1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൽക്കത്ത കോൺഗ്രസ് BT രണപതിയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ P കൃഷ്ണപിള്ളയും EMSഉം KC ജോർജും. കൽക്കത്ത തീസിസ് വീണ്ടും കേരളത്തിലെ പാർട്ടി സഖാക്കളെ ഒളിവിലേക്ക് തള്ളി. അണ്ടർഗ്രൗണ്ട് പോരാട്ടങ്ങളുടെ ചുക്കാൻ പിടിക്കുവാൻ P കൃഷ്ണപിള്ളയെ ചുമതലപ്പെടുത്തി. മുഹമ്മയിലെ കണ്ണാർക്കണ്ട് ചെല്ലിക്കണ്ടത്തിൽ നാണപ്പൻ്റെ ഓലപ്പുര വീടായിരുന്നു സഖാവിൻ്റെ ഒളിവ് കേന്ദ്രം. അവിടെ രാമൻ എന്ന പേരിലായിരുന്നു സഖാവിൻ്റെ ഒളിവുവാസം. 1948 ആഗസ്റ്റ് 19 കയർ തൊഴിലാളികളുടെ ബോണസ് പ്രശ്നം സഖാവുമായി ചർച്ച ചെയ്യാനെത്തിയതായിരുന്നു CK വാസുവും CK മാധവനും. ചെല്ലിക്കണ്ടത്തിൽ നാണപ്പൻ്റെ അമ്മ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നതാണ് വാസുവും മാധവനും കണ്ടത്. സഖാവിനെ എന്തോ കടിച്ചു. ഓടിച്ചെന്ന CK മാധവൻ്റെ മടിയിലേക്ക് നിമിഷങ്ങൾക്കകം സഖാവ് മറിഞ്ഞു വീണു. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് മാധവനോട് സഖാവ് പറഞ്ഞു, സംഭവിക്കേണ്ടത് സംഭവിച്ചു, സാരമില്ല, എല്ലാ സ്ഥലങ്ങളിലേക്കും വിവരമറിയിച്ചുകൊള്ളുക. SL പുരം സദാനന്ദൻ്റെ ബന്ധുവിനെ പാമ്പ് കടിച്ചുവെന്ന വ്യാജേന സഖാവിനെ കട്ടിലിൽ ചുമന്ന് വിഷവൈദ്യൻ്റെ അരികിലെത്തിച്ചു. വിഷവൈദ്യൻ്റെ സഹോദരി കയ്യിൽ പച്ചകുത്തിയ പേര് കണ്ട് നിലവിളിച്ചു, P കൃഷ്ണപിള്ള. സഖാവിൻ്റെ മരണം നാടാകെ കാട്ടുതീ പോലെ പരന്നു. പോലീസ് നിരോധനം വകവയ്ക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ആലപ്പുഴയിലെ കയർ ഫാക്ടറി യൂണിയൻ ഓഫീസിലേക്ക് പ്രവഹിച്ചു. പുന്നപ്രയിൽ വെടിയേറ്റ് വീണ പോരാളികളെ കൂട്ടിയിട്ടു കത്തിച്ച വലിയ ചുടുകാട്ടിലെ 6 അടി മണ്ണിൽ സഖാവും എരിഞ്ഞടങ്ങി.